PM ശ്രീ പദ്ധതി LDFിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമോ? വലിയ കലഹത്തിന് തയ്യാറെടുക്കുകയാണ് CPI. ഇതിനകം തന്നെ CPIയെ UDFിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു UDF കൺവീനർ അടൂർ പ്രകാശ്. തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. എന്ന് വെച്ചാൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോഴാണ് തോമസ് ഐസക് CPIയെ ഉപദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നില്ലെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ വെളുപ്പ്. ചിലർക്ക് ഇവയ്ക്ക് രണ്ടിനുമിടയിൽ മറ്റൊന്നും കാണാനാവുന്നില്ല. ഒന്നില്ലെങ്കിൽ PM ശ്രീ വേണ്ട എന്ന് പറഞ്ഞ് തള്ളണം, അല്ലെങ്കിൽ അടിയറവ് പറഞ്ഞ് കീഴടങ്ങണം. അതിനിടയിൽ നിന്ന് സമരം ചെയ്യാൻ ഒരിടവുമില്ല. ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുക ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ് എന്നാണ്. ഐസക് പറയുന്ന കാര്യം ഒന്നുകിൽ തള്ളണം അല്ലെങ്കിൽ കീഴടങ്ങണം എന്നല്ല, അതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്, പോരാടാനുള്ള ഒരു സ്പേസ്. BJPക്കെതിരെ BJPയുടെ പദ്ധതിയെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാടാനുള്ള സ്പേസ്, ആ സ്പേസ് കണ്ടെത്തിയിരുന്നു മുമ്പ്. ആ ഉദാഹരണമാണ് തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഉദാഹരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയെ കുറിച്ചാണ്. ഐസക് പറയുന്നു, നമ്മൾ ഇൻഷുറൻസിനെ അടിസ്ഥാനമാക്കിയുള്ള ആരോഗ്യ പരിപാലനത്തിന് എതിരാണ്. പൊതു ആരോഗ്യ സംവിധാനത്തെ അടിസ്ഥാനമാക്കി നൽകേണ്ട ഒന്നാണ് ആരോഗ്യ പരിരക്ഷ എന്നാണ് നമ്മളുടെ നിലപാട്. എന്ന് വെച്ചാൽ CPIM ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ചികിത്സ നൽകുന്ന രീതിക്ക് എതിരാണ്. ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക, പൊതു ആരോഗ്യ സംവിധാനത്തെ, അതിലൂടെ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന നിലപാടാണ് CPMനുള്ളത് എന്ന് പറയുന്നു. അതിനിടയിലാണ് ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന് നൽകുന്ന ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന പണം നൽകാതിരിക്കും, അത് തടഞ്ഞു വെക്കും. അതിനെ എങ്ങനെയാണ് മറികടന്നത്? ഇപ്പോൾ PM ശ്രീ നടക്കുന്ന സമാനമായ രീതിയിൽ തന്നെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നത്. ആദ്യം CPM പദ്ധതിയെ എതിർത്തിരുന്നു. പിന്നീട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തന്നെ ഗുരുതരമായി ബാധിക്കും, കേന്ദ്ര വിഹിതം കിട്ടാതെയാകുന്ന അവസ്ഥ വരും. അപ്പോൾ അതിനെ ഏത് രൂപത്തിൽ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് മാറ്റിയെടുക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നാണ് ഐസക് പറയുന്നത്. അദ്ദേഹം അതിനുശേഷം പറയുന്നു, ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമുമായി എത്തി. നമ്മൾ ശക്തമായ എതിർപ്പുയർത്തി. പക്ഷേ സ്കീം ഏറ്റെടുത്തില്ലെങ്കിൽ NHMന്റെ ഫണ്ട് പോകും. എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. നമ്മൾ ചർച്ച ചെയ്തു, ചില കാതലായ മാറ്റങ്ങൾ കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചു എന്ന്. അത്തരം മാറ്റങ്ങൾ ഈ പദ്ധതിയിലും കൊണ്ടുവരുവാൻ കഴിയും. ആ മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. അതിനുശേഷം ആയുഷ്മാൻ ഭാരതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടുത്തിയിരുന്നു. സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടുത്തിയപ്പോൾ അതിനെ മറികടക്കാൻ എത്രയാണോ ഇൻഷുറൻസ് തുക നൽകേണ്ടത് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. വലിയ ആശുപത്രികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. അത്തരം ആശുപത്രികൾ ചികിത്സാ ചിലവായി ഈടാക്കുന്നത് വൻ തുകയാണ്. അത് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ട് പദ്ധതിയിൽ ചേരാൻ തയ്യാറായി വന്നു ഇടത്തരം ആശുപത്രികളും അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളും. പിന്നീട് അത് സർക്കാർ ആശുപത്രികൾക്ക് ഒരു വരുമാന മാർഗമായി മാറി. സംസ്ഥാനത്തെ പൊതു ആരോഗ്യ ശൃംഖലയ്ക്ക് അതൊരു മുതൽക്കൂട്ടായി മാറി. ഇത്തരം ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന തുക അത് സർക്കാർ ഏറ്റെടുത്തില്ല. അത് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആശുപത്രികൾ തമ്മിൽ, പൊതു ആശുപത്രികൾ തമ്മിൽ ഒരു മത്സരം നടന്നു. കൂടുതൽ ഇൻഷുറൻസ് തുക നേടുന്നതിനു വേണ്ടി അത് ആശുപത്രിക്ക് വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ആയുഷ്മാൻ ഭാരത് നടപ്പാക്കിയത് എന്നാണ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം NHMന്റെ ഫണ്ട് നിർത്തലാക്കുക എന്ന തന്ത്രമാണ് പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ. അതായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSIയുടെ 1500 കോടിയോളം രൂപ നൽകില്ല. കേരളത്തിന് നൽകേണ്ട പണമാണ്, കേരളത്തിന്റെ വിഹിതമാണ്, അത് നൽകില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നേടിയെടുക്കണം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആ പണം ആവശ്യമാണ്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ആ പണം ഉപേക്ഷിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ ഒപ്പിടുകയും കേന്ദ്രം പറയുന്ന സിലബസ്, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, പുതിയ വിദ്യാഭ്യാസ നയം അത് അതുപോലെ നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം സിലബസ് തീരുമാനിക്കുന്നത് കേരളമാണ്. വിദ്യാഭ്യാസത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ നടത്താൻ കഴിയില്ല കേന്ദ്ര സർക്കാരിന്. അത് ഉപയോഗപ്പെടുത്തണം. അതിനകത്ത് നിന്നുകൊണ്ട്
പോരാടണം. ഇതാണ് ഐസക് CPIക്ക് നൽകുന്ന ഉപദേശം. CPIക്കാർ ആ ഉപദേശം സ്വീകരിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. CPIയുടെ അഭിമാനത്തിൽ തൊട്ടാണ് കളിക്കുന്നത് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. LDF തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് CPIക്ക് ഉപദേശവുമായി വരുന്നത് ഐസക്. അതുകൊണ്ട് CPI ഈ ഉപദേശം എത്രമാത്രം സ്വീകരിക്കും എന്നതേ ഇനി അറിയാനുള്ളൂ.